കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി കുറച്ച് മുമ്പ് കാറെടുത്ത് പുറത്തേക്ക് പോയുള്ളെന്ന് പൊന്നി പറയുവാൻ കേട്ടോ. അദ്ദേഹം രാഘവനോട് ബാമ ചോദിക്കണേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അന്നേരം രാഘവൻ പറയണേ, എൻ്റെ ബാമ എന്നീ സമയം കളയാതെ വേഗം ഫോൺ എടുത്ത് ശാലിനി വിളിക്കാൻ നോക്ക്, സമയം പോയിക്കൊണ്ടിരിക്കും തോറും ആപത്താണ്. അങ്ങനെ ബാമ ഫോൺ എടുത്തിട്ട് ശാലിനിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്യുവാണ്. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തായിരിക്കോട്ടോ ശാലിനിയുടെ കാർ അവിടെ എത്തുന്നത്. കാറിൽ നിന്ന് ഇറങ്ങുന്ന ശാലിനി ഫോണും അറ്റൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇറങ്ങുന്നത്. ഹലോ സത്യാമ്മേ, പറയൂ. അങ്ങനെ പറയുകൊണ്ടോ ശാലിനി. ഈ സമയം ബാമയാണെങ്കിൽ ശാലിനിയെ തന്നെ ഇങ്ങനെ വന്ന് നോക്കുവാണ്. അന്നേരം ശാലിനി അകത്തേക്ക് നോക്കിയിട്ട് വരണേ, വാ മോളെ ഇറങ്ങ്. അങ്ങനെ ശാലിനിയുടെ കൂടെ തന്നെ പപ്പി മോളും ഇറങ്ങി വരുവാണ്. എന്താ സത്യാമ്മയെ വിളിച്ചത്? അന്നേരം ബാമ ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ കോള് കട്ടാക്കുക. ഈ സമയം ശാലിനി പപ്പി മോളോട് വരണേ, മോളെ ചെല്ല്, പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ആ ഉണ്ട് ആൻറ്റി. അങ്ങനെ പറഞ്ഞ പപ്പി സത്യഭാമയുടെ അരികിലേക്ക് ചെല്ലുവാണ്ടോ. അന്നേരം ബാമ ചോദിക്കണേ, എവിടെയായിരുന്നു? സ്കൂളിൽ നിന്ന് ആരോടും പറയാതെ നീ എങ്ങോട്ടാണ് പോയത്? നിന്നോടല്ലേ ചോദിച്ചത്? അന്നേരം പപ്പി പറയണേ, അത് പിന്നെ സത്യാമ്മേ, ഞാൻ അമ്പലത്തിൽ ഭജനയിരിക്കാൻ പോയതാ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ ചങ്ക് പൊട്ടിപ്പോകുക. അമ്മ പഴയതുപോലെ എന്നോട് സംസാരിക്കാനും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതാ ഞാൻ. അത് കേൾക്കുമ്പോൾ രാഘവനൊക്കെ വല്ലാതെ വിഷമം തോന്നുവാണ്. ഈ സമയം ബാമ പറയണേ, എന്നാലും ആരോടും പറയാതെ ഇങ്ങനെയാണോ പോയേണ്ടത്? നിന്നെ ഉണ്ടല്ലോ ഞാൻ എന്ന് പറഞ്ഞ് പപ്പിനെ തല്ലാനായിട്ട് കൈ വാങ്ങുമായിരിക്കും. അന്നേരം ശാലിനി വന്ന് തടയണേ, വേണ്ട സത്യാമ്മേ, ഞാൻ മോളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, മോളകത്തേക്ക് ചെല്ലും. അങ്ങനെ പപ്പി അകത്തേക്ക് പോകുക. ഈ സമയം ശാലിനി ചോദിക്കണേ, അല്ല സത്യാമ്മ എന്നെ ഫോണിൽ വിളിച്ചില്ലേ, എന്തിനാ വിളിച്ചത്? അന്നേരം ബാമ പറയണേ, അത് പിന്നെ ഇപ്പം നീ ഇവിടെയല്ലേ താമസിക്കുന്നത്, ഇവിടെ താമസിക്കുമ്പോൾ മുതിർന്നവരായാലും കുട്ടികളായാലും ശരി ഒന്ന് പറഞ്ഞിട്ടൊക്കെ പോകാനുള്ള മര്യാദ കാണിക്കണം. അന്നേരം ശാലിനി പറയണേ, അമ്പലത്തിൽ സ്കൂൾ യൂണിഫോം ഇട്ടൊരു കുട്ടി ഇരിക്കുന്നത് കണ്ട് ചൈൽഡ് ലൈനിൽ നിന്ന് എന്നെ വിളിച്ചത്. എനിക്ക് പരിചയമുള്ള ഒരാളായിരുന്നു. അങ്ങനെ അയാളാ പപ്പി മോളെ തിരിച്ചറിഞ്ഞത്. അതാ ഞാൻ വേഗം മോളെ കൂടാനായിട്ട് അവിടെ നിന്ന് പോയത്. എന്നാൽ ശരി സത്യാമ്മേ. അങ്ങനെ പറഞ്ഞ് ശാലിനി അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം ബാമയെ തന്നെ ഇങ്ങനെ നോക്കി രാഘവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അന്നേരം ബാമ ചോദിക്കണേ, അല്ല രാഘവേട്ടൻ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഈ സമയം രാഘവൻ പറഞ്ഞേ, അല്ല ഏതോ ഒരു ജീവിയുടെ വാലേ 12 കൊല്ലം കോയിലിട്ടാലും നേരെ ആവില്ലെന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതേതാ ജീവി നിന്ന് ഓർക്കുമായിരുന്നു. നിന്റെ കാര്യം ഏതാണ്ട് അങ്ങനെ തന്നെയാ, നിനക്ക് പിന്നെ കോയിലിട്ട് നേരെയാക്കാൻ വാലില്ലെന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് രാഘവൻ അകത്തേക്ക് പോകുക. ഈ സമയം ബാമ പിള്ളയെ നോക്കുക. എന്താ തനിക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല സത്യാമ്മേ. അങ്ങനെ പറഞ്ഞ് അയാളും പൊന്നിയൊക്കെ അകത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ അരികിൽ നിൽക്കുന്ന രോഹിത്തിനെയാണ് കേട്ടോ. ഈ സമയം ശാലിനി അങ്ങോട്ടേക്ക് എത്തുക. എന്താ ശാലിനി, പപ്പി മോളെ കൂട്ടിക്കൊണ്ടുവന്നോ? ആ, അല്ല മോളുടെ കാര്യമൊക്കെ ശ്യാം അറിഞ്ഞായിരുന്നോ? അന്നേരം രോഹിത് പറയണേ, ശ്യാമയ്ക്ക് ഇപ്പോൾ പപ്പിമോളെ പോലും ഓർമ്മയില്ല, അതിലവൾക്ക് നല്ല സങ്കടമുണ്ട്. ഈ സമയം ശ്യാമയെ നോക്കിയിട്ട് ശാലിനി പറയണേ, ഇവളുടെ അസുഖമൊക്കെ എല്ലാം പെട്ടെന്ന് തന്നെ മാറും. ശ്യാമയ്ക്ക് വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനാണ് പപ്പിമോള് ആരോടും പറയാതെ പോയത്. അന്നേരം രോഹിത് പറയണേ, പപ്പിയെ അന്വേഷിച്ച് ശാലിനി പോയിട്ടുണ്ടല്ലോ, ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ ഇരുന്നത്. പിന്നീട് കാണിക്കുന്നത് ടെറസിൽ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് കേട്ടോ. ഈ സമയം പപ്പിമോള് വിഷ്ണുവിൻ്റെ അരികിലേക്ക് ഓടി ചെല്ലുക. ആ പപ്പിമോള് വന്നോ? ഞാൻ വിഷ്ണു അച്ഛനോട് പിണക്കോ? എന്നെ കാണാനില്ലെന്ന് പറഞ്ഞിട്ടും വിഷ്ണു അച്ഛൻ എന്നെ അന്വേഷിച്ചൊന്നും വന്നു പോലും ഇല്ലല്ലോ. അന്നേരം വിഷ്ണു പറയണേ, അതെ മോളെ കാണാനില്ലെന്ന വിവരം ഞാൻ മോളുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അന്നേരം മോളുടെ അച്ഛനാണ് പറഞ്ഞത് മോൾ എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും കൂട്ടാനായിട്ട് ആൾ പോയിട്ടുണ്ടെന്നും. ആണോ? അത്ര പെട്ടെന്ന് ഞാൻ എവിടെയുള്ളതെന്ന് മനസ്സിലായോ? പിന്നെ അല്ലാതെ. അല്ല സ്കൂളിൽ നിന്ന് മോള് എങ്ങോട്ടേക്കാണ് മുങ്ങിക്കളഞ്ഞത്? എവിടെയാ പോയത് നീ? അന്നേരം പപ്പി പറയണേ, അത് ഞാൻ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയതാ, അമ്മയുടെ അസുഖമൊക്കെ മാറാൻ. ആണോടാ കുട്ടാ? എൻ്റെ കൊച്ചിൻ്റെ അമ്മയുടെ അസുഖമൊക്കെ പെട്ടെന്ന് തന്നെ മാറും. അമ്മയുടെ അസുഖം മാറാനുള്ള മരുന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. സത്യമാണോ വിഷ്ണു അച്ഛാ? അമ്മയുടെ കുഞ്ഞേച്ചി ഇവിടെ വന്നോ? ആ വന്നു. വേറൊരു സീക്രട്ട് കൂടി പറയാം, മോളുടെ അമ്മയുടെ കുഞ്ഞേച്ചി തന്നെയാണ് മോളുടെ ചേച്ചി അമ്മേ. ശരിക്കും? ആ സത്യം ഒന്നേ എന്ന് പറഞ്ഞ് പപ്പയുടെ കയ്യിലൊക്കെ അടിച്ച് സത്യം ചെയ്യുവാണ്ടോ വിഷ്ണു. അല്ല എന്നിട്ട് ചേച്ചിയമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ആ മോള് വന്നല്ലോ, അപ്പോൾ ചേച്ചിയമ്മയും വന്നിട്ടുണ്ടാവും. അതെന്താ അങ്ങനെ? അന്നേരം വിഷ്ണു പറയണേ, അല്ല മോളെ അന്വേഷിച്ച് ചേച്ചിയമ്മയും അങ്ങോട്ടേക്ക് വന്നിരുന്നു. ആണോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും ചേച്ചിയമ്മ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി ചേച്ചിയമ്മയൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് പപ്പി അവിടെ നിന്ന് ഓടിപ്പോകുക. അന്നേരം വിഷ്ണു പറഞ്ഞേ, മോളെ സൂക്ഷിച്ച് വീഴല്ലേ. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ റൂമിലിരിക്കുന്ന ശാലിനിയും രോഹിത്തിനെയാണ് കേട്ടോ. അന്നേരം രോഹിത് ശാലിനിയോട് ചോദിക്കണേ, അല്ല ശാലിനി ഇങ്ങോട്ട് പോകുന്ന കാരണം സത്യയുടെ കാര്യങ്ങളൊക്കെ സത്യയോട് ശാലിനി എന്താ പറഞ്ഞത്? അന്നേരം ശാലിനി പറയുക, എനിക്കൊരു മീറ്റിങ്ങിൻ്റെ ആവശ്യമായിട്ട് ഗോവയിലേക്ക് പോയിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന കുട്ടിയാണ്. ഇതിനു മുമ്പ് ഞാൻ ക്യാമ്പിൽ നിന്ന സമയത്തും മീറ്റിങ്ങിനും പല ക്യാമ്പിനും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ അവിടെയുള്ള എൻ്റെ അസിസ്റ്റൻ്റിൻ്റെ ഒപ്പം സത്യ പോയി നിൽക്കാറ്.
അത് കാരണം അവൾക്കത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. പിന്നെ അമ്മയുണ്ടല്ലോ അവിടെ. ഈ സമയം രോഹിത് പറയണേ, ശാലിനി സത്യയെക്കുറിച്ചുള്ള ആ രഹസ്യങ്ങൾ ഇപ്പോൾ ഇവിടെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ശാലിനിയെ സത്യമ്മ സ്വീകരിച്ചാണ്. അല്ല, അതെന്താണെന്ന് എന്നോട് പറഞ്ഞാലും മതി. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമുക്കത് പരിഹാരം കണ്ടെത്താം. അന്നേരം ശാലിനി പറയണേ, തൽക്കാലം ഇപ്പോൾ പറയാനും മാത്രം രഹസ്യങ്ങളൊന്നുമില്ല രോഹിത്. ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോഴെങ്കിലും തീരുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. എന്താണെങ്കിലും അത് വരുന്നതുപോലെ തന്നെ നടക്കട്ടെ. അന്നേരം രോഹിത് പറയണേ, എന്താണെങ്കിലും എനിക്കും ശ്യാമക്കൊക്കെ ശാലിനിയെ പൂർണ്ണ വിശ്വാസമാണ്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കോട്ടെ പപ്പി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ പപ്പി രോഹിത്തിൻ്റെ അരികിലേക്ക് എത്തുക. അച്ഛാ, ഇതാണോ അച്ഛാ ചേച്ചിയമ്മ എന്ന് ശാലിനിയെ ചൂണ്ടിക്കാണിയിട്ട് പപ്പി ചോദിക്കുക. അന്നേരം രോഹിത് പറയണേ, അതേ മോളെ, ഇതാ ചേച്ചിയമ്മ. അപ്പോൾ അമ്മയുടെ കുഞ്ഞേച്ചി ഇതാണോ? അതെ. സത്യമാണോ അച്ഛാ? സത്യയുടെ അമ്മ തന്നെയാണോ അമ്മയുടെ കുഞ്ഞേച്ചി? അതേ മോളെ. ഈ സമയം പപ്പിയൊന്ന് ശാലിനിയെ നോക്കുവാണ് കേട്ടോ. എന്നിട്ട് വേഗം തന്നെ അവിടെ നോടി താഴത്തേക്ക് പോകുക. അത് കാണുമ്പോൾ ശാലിനി ചോദിക്കണേ, അല്ല മോളിത് എങ്ങോട്ടാണ് പോയത്? ഈ സമയം രോഹിത്തും പപ്പിയുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ പപ്പി മോള് നേരെ ചെല്ലുന്നത് ഹാളിലുള്ള കുടുംബ ഫോട്ടോ ഒട്ടിച്ച ആ ഒരു സ്ഥലത്തേക്കാണ്. എന്നിട്ട് മേശപ്പുറത്ത് കയറിയിട്ട് ശാലിനിയുടെ മുഖത്തൊട്ടിച്ച ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, അതൊക്കെ പറിച്ചു കളയുവാണ്. അങ്ങനെ വിഷ്ണുവിൻ്റെ കൂടെ നിൽക്കുന്ന ശാലിനിയെ പപ്പിമോൾ കാണുവാണ് കേട്ടോ. പപ്പിമോൾക്ക് അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷവുമാണ്. ഈ സമയം ശ്യാമയോട് ശാലിനി പറയണേ, മോളെ ശ്യാമേ, നീ ഇങ്ങനെ ഭക്ഷണവും മരുന്നും കഴിക്കാതെ വാശി പിടിച്ചിരിക്കരുത്. എല്ലാത്തിനും ഞാൻ വേണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവാനാ? നിൻ്റെ അസുഖം പെട്ടെന്ന് മാറണ്ടേ? പപ്പിമോൾക്കൊപ്പം നിനക്ക് ചിരിച്ച് കളിച്ചിരിക്കണ്ടേ? അതിന് നീ കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. ഇനി വാശിയൊന്നും പിടിക്കാൻ പാടില്ല കേട്ടോ. ആ വാ തുറന്നേ എന്ന് പറഞ്ഞ് ശാലിനി മരുന്നൊക്കെ ശ്യാമയുടെ വായിൽ വെച്ച് കൊടുക്കുവാണ്. ഈ സമയം പപ്പി വീണ്ടും അങ്ങോട്ടേക്ക് ഓടി വരുക. അന്നേരം ശാലിനി ചോദിക്കണേ, മോളത് എങ്ങോട്ടാണ് പോയത്? ഈ സമയം പപ്പി പറയുക, സത്യയുടെ അമ്മ തന്നെയാണ് ചേച്ചിയമ്മ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഒത്തിരി സന്തോഷം എനിക്ക്. എന്നാലും ഹാളിലെ കുടുംബ ഫോട്ടോയിൽ ആ ഫോട്ടോയിൽ മുഖം മറച്ചിരിക്കുമായിരുന്നല്ലോ, ആ ഫോട്ടോ ഒന്ന് നോക്കാൻ പോയതാ ഞാൻ. അപ്പോൾ ഞാൻ കണ്ടു വിഷ്ണു അച്ഛൻ്റെ കൂടെ ഇരിക്കുന്ന ചേച്ചിയമ്മയെ. എനിക്ക് എത്ര സന്തോഷമായെന്നറിയോ? ഇങ്ങ് വന്നേ, കുനിഞ്ഞ്. അങ്ങനെ ശാലിനിയുടെ കസേര ഇരിക്കുക. ഈ സമയം പപ്പിമോള് ശാലിനിയുടെ കവിളൊരു ഉമ്മ കൊടുക്കുക. ഈ സമയം രോഹിത്തും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പപ്പി പറയുക, സത്യം അപ്പോൾ എൻ്റെ സ്വന്തമാണ് അല്ലേ? ഞാൻ സത്യം പലതവണ പറയും, നമ്മൾ രണ്ടുകളും സഹോദരങ്ങളായിരുന്നെങ്കിലോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് ഒരു വീട്ടിലൊക്കെ താമസിക്കാമായിരുന്നല്ലോ എന്ന് പറയും. ഇപ്പോൾ അത് സത്യമില്ലേ? ഞങ്ങൾ രണ്ടാളും ശാരദാമ്മയുടെ കൊച്ചുമക്കളല്ലേ? അച്ഛൻ്റെ ഫോണിൽ തന്നെ എനിക്കിപ്പോൾ തന്നെ ഈ വിവരം സത്യം വിളിച്ചു വരണം. സത്യയ്ക്ക് ഇതറിയുമ്പോൾ ഒത്തിരി സന്തോഷമായിരിക്കും. നേരിട്ട് അവളോട് പറഞ്ഞിരുന്നെങ്കിൽ അവൾ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നാണ്. എന്താ അച്ഛാ, സത്യയുടെ അമ്മ തന്നെയാണ് ചേച്ചിയമ്മയെന്ന് ഇത്രയും കാലം ഞങ്ങളോട് പറയാഞ്ഞത്? ഞങ്ങളിൽ നിന്നും എന്തിനത് മറച്ചു വെച്ചത്? ചേച്ചിയമ്മയൊന്ന് കാണാനായിട്ട് ഞാനും സത്യയൊക്കെ എത്ര കഷ്ടപ്പെട്ടതാണ്. അന്നേരം ശാലിനി വരണേ, അത് പിന്നെ മോളെ, അന്ന് അത് പറയാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല. സത്യമ്മയ്ക്ക് ഞാൻ ഈ വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അക്കാര്യം മറച്ചു വെച്ചതും. ഈ സമയം പപ്പി വീണ്ടും ശാലിനിയുടെ കവിളൊരുമ്മ കൊടുക്കുക. എന്താണെങ്കിലും എനിക്ക് ചേച്ചിയമ്മയെ ഒത്തിരി ഇഷ്ടമായി. എൻ്റെ വിഷ്ണുവച്ചൻ്റെ ഭാര്യ സത്യയുടെ അമ്മയാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് എത്ര സന്തോഷമെന്നറിയോ? എനിക്ക് ഈ വിവരം ഇപ്പം തന്നെ സത്യയോട് പറയണം. അച്ഛാ, ആ ഫോണിങ് താ അച്ഛാ. ഈ വിവരം അറിയുമ്പോൾ സത്യ തുള്ളിച്ചാടും. അത്രയ്ക്ക് സന്തോഷവും സത്യക്ക്. അതൊക്കെ കേട്ട് എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുവാണ് ശാലിനി. ശ്യാമക്കും പപ്പിയുടെ ആ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സങ്കടമാകുവാണ് കേട്ടോ. അങ്ങനെ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.